നമസ്കാരം, ബ്രിട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂരിലെ കടകളിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന 2 അംഗ സംഘം അറസ്റ്റിൽ. 1.5 ലക്ഷത്തോളം രൂപയുടെ ഹാൻസ്, കൂൾ എന്നിവയാണ് പിടികൂടിയത്. അസോസിയേഷൻ ഓഫ് പെർഫോമിംഗ് ആർട്സ് കോസ്റ്റ്യൂമേഴ്സ് എന്ന സംഘടനയുടെ 2ാം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ച തിരൂരിലെ കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും ബൃഹത്തായ പദ്ധതിയാണെന്നും രാജ്യത്തെ അതിദരിദ്രരല്ലാത്ത ആദ്യ സംസ്ഥാനമായി നവംബർ 1 കേരളം മാറുകയാണെന്നും മന്ത്രി കെ രാജൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അതിദരിദ്രരായ 33 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തകത്തെ സ്നേഹിച്ച രാഷ്ട്രീയക്കാരനായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി മുനവർ അലി ശിഹാബ് തങ്ങൾ. കുട്ടി അഹമ്മദ് കുട്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ലീഗ് ഫോർ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ സംസ്ഥാന കമ്മിറ്റി താനൂർ സംഘടിപ്പിച്ച കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഭജനത്തിൻ്റെ ഭീതി ദിനത്തിൽ BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ ടൗണിൽ മൗനജാഥ നടത്തി. ജാഥയുടെ സമാപന യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി DYFI സമരസംഘം നടത്തി. താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണിയാലിൽ നടന്ന പരിപാടി DYFI മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം BG ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. താനൂർ ഒഴൂർ സ്വദേശി MT അബ്ദുൽ ഗഫൂർ രാജ്യത്തിൻ്റെ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ താരമായി. ഡിക്ലൈൻ നക്കിൽ പുഷപ്പ് വിഭാഗത്തിൽ 100-ലധികം പുഷപ്പുകൾ വെറും 1 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കിയാണ് അതുല്യമായ ഈ ലോക റെക്കോർഡ് കൈവരിച്ചത്. ഭാരതീയ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിയമിതനായ വിഷ്ണു ഖോമുഖം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ BJP പടിഞ്ഞാറക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പാഴ്വസ്തുക്കൾ പെറുക്കി ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമ്മാളിനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിൻ്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്കുള്ള പട്ടയം വിതരണം ചെയ്യുന്ന ശേഷമാണ് പിച്ചമ്മാളിൻ്റെ കഥ കേട്ട മന്ത്രി ഈ ഉറപ്പ് നൽകിയത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോർ പീപ്പിൾസ് റൈറ്റ്സ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ സേവന പുരസ്കാരം ഗോപിനാഥ് ചേനരയ്ക്ക് സമർപ്പിച്ചു. ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡലുകൾ ലഭിച്ച തിരൂർ ഫയർ സ്റ്റേഷൻ ജീവനക്കാരെ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആദരിച്ചു. അർബൻ ബാങ്ക് ചെയർമാൻ ജയൻ പൊന്നാട അണിയിച്ചു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപയുടെ സഹായ വിതരണവും സംഘടിപ്പിച്ചു. നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.